നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ എത്ര പേരാണ് ഇന്ത്യക്കാരായിട്ട്, അതായത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലീഗലായിട്ട് ഉള്ള എത്ര അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട് എന്നതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു 95% ആളുകളും ഇന്ത്യൻ പൗരന്മാരില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോഴത്തേനും SAR വോട്ടർ ലിസ്റ്റാണ്. SAR വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ള ഏകദേശം ഒരു 99% ആളുകളും. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോഴത്തേന് SAR പ്രക്രിയ കഴിഞ്ഞ ജനുവരിയോടുകൂടി പൂർത്തീകരിച്ച് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ വോട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇതേ പ്രക്രിയ തന്നെയാണ് വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ ആസാമിലും SAR പ്രക്രിയ പൂർത്തീകരിച്ച് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അസംബ്ലി ഇലക്ഷൻ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയൊക്കെ പുറത്താവുകയൊക്കെ ചെയ്ത ഒരു സംഭവവികാസം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഈ വെസ്റ്റ് ബംഗാളിലും ആസാമിലൊക്കെ എന്ന് പറയുമ്പോഴത്തേന് വോട്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കേരളത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായിട്ട് പോയി. അപ്പോൾ ആ ഒരു പ്രക്രിയ കണ്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അത്ഭുതമാണ്. ഇത്രയും ഒരു എന്താ പറയുക, ആ ഒരു സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ള ഈ ആളുകളുടെ ഈ ഒരു ത്വര എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. നല്ല കാര്യമല്ല, എല്ലാവരും പോയിട്ട് വരട്ടെ എന്ന രീതിയിൽ എന്ന് പറയുമ്പോഴത്തേനും സന്തോഷത്തോടു കൂടി ആ ഒരു പ്രക്രിയ ഞാൻ നോക്കിക്കൊണ്ട് പോയിട്ട് ഈ വന്ന ആളുകളുണ്ട്. അപ്പോൾ പോയിട്ട് വന്നിട്ട് വോട്ടൊക്കെ ചെയ്തു. ചെയ്ത് എവിടെ കയ്യൊന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചു. നോക്കിയപ്പോഴത്തേനും ഒറ്റ ഒരു തന്നെ കയ്യിൽ വേറലില്ല, മഷിയിൽ ഇങ്കില്ല. ബ്ലാക്ക് മഷി ഉണ്ടല്ലോ, മഷി, ഈ വോട്ട് ചെയ്തു എന്നതിൻ്റെ അടയാളമായിട്ട് പുറത്തുനിന്ന് മഷി ഒറ്റ ഒരു തന്നെ കയ്യിലില്ല. ചോദിച്ചപ്പോൾ പറയാം, അവനൊക്കെ സോപ്പിട്ട് കഴിയുമ്പോഴത്തേനും അതൊക്കെ അങ്ങ് പോയി. പറഞ്ഞ റീസൺ അല്ല. ഓരോരുത്തന്മാർ ഏകദേശം ഇവിടെ ഉള്ള ഒട്ടുമിക്ക, എനിക്ക് പരിചയമുള്ള ഒട്ടുമിക്ക എല്ലാ വായിമാരും ഒറ്റ തന്നെ കയ്യിലില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, 9-ാം തീയതി വോട്ട് ചെയ്ത എൻ്റെ കയ്യിൽ ഇതുവരെയായിട്ടും ഇതിൻ്റെ ഒരു മഷി പോയിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് ഈ ഭാഗത്തുണ്ട്. പക്ഷേ ഈ 9-ാം തീയതി വോട്ട് ചെയ്ത എൻ്റെ അവസ്ഥ ഇതാണ്. 23-ാം തീയതി 29-ാം തീയതി വോട്ട് ചെയ്ത ഉമറുടെ കയ്യിൽ എന്ന് പറയുമ്പോഴത്തേനും മഷിയിലൊരു പോക്കുമില്ല. അതെന്താ കാരണം? എന്നോട് ചോദിക്കുകയാണെങ്കിൽ SAR വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഒരു വ്യക്തിയും ഇന്ത്യൻ സിറ്റിസൺ അല്ല. കാരണം എന്ന് പറയുമ്പോഴത്തേനും നിയമപരമായിട്ടുള്ള രേഖകളില്ലാതെ ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കും? കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, SAR വോട്ടർ ലിസ്റ്റുമായിട്ട് ഉൾപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമം എന്ന് പറയുന്നത് ആ വ്യക്തി 1987 മുമ്പ് ഇന്ത്യയിൽ